നമ്മൾ വിറങ്ങലിച്ചു പോയ മഹാദുരന്തമുണ്ടായിട്ട് ഇന്ന് ഏഴാമത്തെ ദിവസമാണ്. ഈ ഏഴാം ദിവസത്തിലും ആ ദുരന്ത ഭൂമിയിൽ തെരച്ചിൽ തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മുടെ മുൻപിലുള്ള കാര്യം. അവിടെ മണ്ണിനടിയിൽ കുടുങ്ങിയ അവസാന മനുഷ്യനെയും പുറത്തേക്ക് കൊണ്ടുവരിക എന്ന വലിയ ദൗത്യമാണ് കേരളം ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടങ്ങളിലേക്ക് നീങ്ങുകയാണ്. ജീവനോടെ രക്ഷിക്കാൻ സാധ്യമായ എല്ലാ മനുഷ്യരെയും നമ്മൾ രക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും മണ്ണിനടിയിൽ നൂറുകണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മുടെ മുൻപിലുണ്ട്. ഇത്രയും ദിവസമായതുകൊണ്ട് തന്നെ ഇനി അവരെ ജീവനോടെ കണ്ടെത്തുക എന്നത് അസാധ്യമായ കാര്യമാണ്. പക്ഷേ ആ മനുഷ്യരെ കണ്ടെത്തേണ്ട ഒരു വലിയ ആവശ്യകത നമ്മുടെ മുൻപിലുണ്ട്. അതിലേക്കാണ് കേരളം ഒത്തൊരുമയോടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്നാണ് അവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. ലോകം ശ്രദ്ധിച്ച ഈ ദുരന്ത രക്ഷാപ്രവർത്തനത്തിന് മങ്ങലേൽപ്പിക്കാൻ മാത്രമേ ആ വിവാദങ്ങൾ സഹായിക്കുകയുള്ളൂ. വിവാദങ്ങൾക്കപ്പുറത്തേക്ക് മനുഷ്യരാണ് നമ്മളെല്ലാവരും, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് എന്ന വലിയ സന്ദേശം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നൽകിയിരുന്നു. ഈ വരും ദിവസങ്ങളിലും ആ ഒരു സഹായവും ഒത്തൊരുമയും തന്നെയാണ് നമുക്ക് വേണ്ടത്. ചൂരൽമലയിൽ നിന്ന് ജോഷില കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് തെരച്ചിലിൻ്റെ സമഗ്ര വിവരങ്ങളുമായി. അല്പസമയത്തിനകം തന്നെ ഇന്നത്തെ തെരച്ചിൽ ദൗത്യം പുനരാരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ജോഷില, ഇന്നിപ്പോൾ പ്രധാനമായും എങ്ങനെയാണ് തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോവുക? ഇന്നലെ ഐബോർഡ് റഡാർ അടക്കമുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തുന്നു. ഒപ്പം തന്നെ ഡ്രോൺ സർവേ ഉണ്ട്. കടാവർ നായ്ക്കളടക്കമുള്ള സംവിധാനങ്ങളെല്ലാം തെരച്ചിലിൻ്റെ ഭാഗമായി ഈ ദുരന്ത ഭൂമിയിലുണ്ട്. സന്നദ്ധ പ്രവർത്തകരുടെ അടക്കം എണ്ണത്തിൽ കൃത്യമായ നിയന്ത്രണം ഇന്നു മുതൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടോ എന്ന്? തീർച്ചയായും മനു, ഇന്നത്തെ തെരച്ചിൽ ആരംഭിക്കാൻ പോവുകയാണ്. ദൗത്യസേന തയ്യാറാവുകയാണ്. അതിനുള്ള വിഷ്വലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ചൂരൽമലയിൽ നിന്നും അതുപോലെ തന്നെ മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങളിലേക്കും വിന്യസിക്കുന്ന ദൗത്യസേനയെ വിന്യസിക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 7 മണിയോടുകൂടി തന്നെ ആരംഭിക്കാറായി. ദൗത്യസംഘം പുറപ്പെടാൻ വേണ്ടി നിൽക്കുകയാണ്. ചൂരൽമലയുടെ ബെയിലി പാലത്തിന് സമീപമാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ എല്ലാവരും ദൗത്യസംഘത്തെ 6 ഘടകങ്ങളാക്കി തിരിച്ചുകൊണ്ട് അവിടേക്ക് പുറപ്പെടാൻ ഒരുങ്ങുന്ന രംഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 11 സേനയെ ആണ് വിന്യസിക്കേണ്ടത്. 11 സേനയെ 6 ഘട്ടങ്ങളായി വിന്യസിക്കാൻ പോവുകയാണ്. 1264 പേരാണ് 6 മേഖലകളായി തിരിഞ്ഞ് തെരച്ചിൽ നടത്തിയത്. ദൗത്യസംഘം പുറപ്പെടുകയാണ്. ഇന്ന് ചൂരൽമലയിൽ 2 സ്ഥലങ്ങളിലായി റഡാർ സംവിധാനത്തിൽ 2 സ്ഥലങ്ങളിൽ സിഗ്നൽ ലഭിച്ചതായാണ് വിവരം. ആ 2 സ്ഥലങ്ങളിലും തിരച്ചിൽ നടത്തും. എന്നാൽ ഇത് കൃത്യമായും മനുഷ്യ സാന്നിധ്യമാണ് എന്നൊന്നും പറയാൻ സാധിക്കില്ല. റഡാർ സിഗ്നൽ ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. NDRF, K9 ഡോഗ് സ്ക്വാഡ്, ആർമി K9 ഡോഗ് സ്ക്വാഡ്, സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ്, മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ്, പോലീസ്, ഫയർഫോഴ്സ്, ഫോറസ്റ്റ്, തമിഴ്നാട് ഫയർ ആൻഡ് റെസ്ക്യൂ, മെഡിക്കൽ ടീം, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, ഡെൽറ്റ സ്ക്വാഡ്, നേവൽ, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ 11 സേനാ വിഭാഗങ്ങൾ, അതിനോടൊപ്പം തന്നെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നവർ അടക്കം ഇന്ന് പുറപ്പെടുകയാണ്. ഇതിൽ മനു സൂചിപ്പിച്ചതുപോലെയുള്ള മറ്റൊരു കാര്യം എന്ന് പറയാനുള്ളത്, സന്നദ്ധ പ്രവർത്തകരുടെ എണ്ണത്തിൽ കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. 1500 പേരുടെ ആവശ്യം മാത്രമേ ഈ മേഖലകളിൽ ഉള്ളൂ എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി 9 മണിയോടുകൂടി എത്തുന്നവർക്ക് മാത്രമേ, അതായത് 9 മണിക്ക് മുൻപായി എത്തുന്നവർക്ക് മാത്രമേ അവിടേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ എന്നുള്ള ഒരു നിയമം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല, ഇവിടേക്ക് പ്രവേശിക്കുന്ന മീഡിയ ടീമിനടക്കം വളരെ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അവർക്ക് ഇങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നവർ കൃത്യമായി രജിസ്റ്റർ ചെയ്യണം. അതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യം, ഇന്നലെ ഫുഡുമായി ബന്ധപ്പെട്ട്, ഭക്ഷണവുമായി ബന്ധപ്പെട്ട്, റെസ്ക്യൂ ടീമിൻ്റെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ വിവാദങ്ങളാണ്. അതിൽ ഒന്നും കാര്യമില്ല എന്നുള്ളതാണ്. കാരണം ദൗത്യസംഘത്തിന് അവരുടെ ആരോഗ്യ അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ നിയന്ത്രണം പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ ഒന്നും തന്നെ ഇവർക്ക് നൽകാൻ സാധിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് ദൗത്യ സംഘവും അതുപോലെ തന്നെ അധികൃതരും നൽകിയിരിക്കുന്ന ഇന്നലെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ദൗത്യസംഘം ഇപ്പോൾ പുറപ്പെടാൻ പോവുകയാണ്. ബെയിലി പാലത്തിന് മുന്നിലാണുള്ളത്. അതുകൊണ്ട് ഇവിടുന്ന് മാറി കൊടുക്കേണ്ടതുണ്ട്. മനു, ഫുഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഔദ്യോഗികമായി നൽകുന്ന ഭക്ഷണം മാത്രമേ ദൗത്യസംഘത്തിന് നൽകുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ
പറഞ്ഞിരിക്കുന്നത്. അതായത് 4 സ്ഥലങ്ങളിൽ ഫുഡ് പോയിന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഫുഡ് പോയിന്റുകളിൽ നിന്നുള്ള ഭക്ഷണം മാത്രമേ ദൗത്യ സംഘത്തിനും അതുപോലെ തന്നെ ഇവിടെ ആർക്കും ലഭ്യമാവുകയുള്ളൂ. പുറത്ത് സന്നദ്ധ സംഘടനകളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ ഇവിടെ എത്തിക്കുന്ന ഭക്ഷണം ഒന്നും തന്നെ സ്വീകരിക്കുന്നതല്ല. ഇതിലപ്പുറത്തേക്ക് ഒരു ഭക്ഷണവും കടത്തുന്നതല്ല എന്നുള്ള കാര്യവും അറിയിച്ചിരിക്കുന്നു. അത്തരത്തിൽ ഉള്ള ഭക്ഷണങ്ങളൊന്നും ഇവിടേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്നുള്ളതും അറിയിച്ചിരിക്കുന്നു. കാരണം ആരോഗ്യം വലിയൊരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആരോഗ്യകാര്യത്തിൽ വളരെയധികം സുരക്ഷ പാലിക്കേണ്ടതുണ്ട്. ഫുഡ് പോയ്സൺ അടക്കമുള്ള കാര്യങ്ങൾ സൈന്യത്തെ അടക്കം ബാധിച്ചാൽ അത് രക്ഷാപ്രവർത്തനത്തെ അടക്കം ബാധിക്കുന്ന രീതിയിലേക്ക് മാറും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലടക്കം നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മേഖലകളിൽ സന്നദ്ധ സംഘടനകളുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ വളണ്ടിയർമാരുടെ പേര് പറഞ്ഞ് കയറുന്നവർ മറ്റുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. അടച്ചിട്ട വീടുകൾ അടക്കം കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. അത്തരത്തിലുള്ള ഒരു വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്, പരാതികളും ഉയർന്നിട്ടുണ്ട്. ആ ഒരു പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്കടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായി രജിസ്റ്റർ ചെയ്ത ആളുകളെ മാത്രമേ അവിടേക്ക് കടത്തിവിടുന്നുള്ളൂ. മന്ത്രി മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഡാർക്ക് ടൂറിസം അടക്കമുള്ള കാര്യങ്ങൾ കർശനമായി നിരോധിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം അവിടെയുള്ള ഒഴിഞ്ഞ വീടുകളിലടക്കം കയറുകയും അനാവശ്യമായ കാര്യങ്ങളൊക്കെ തന്നെ സൃഷ്ടിക്കുകയും ചെയ്ത് പിന്നീട് അത് വലിയ വാർത്തകളായി മാറുകയും അതിൽ തന്നെ വലിയ വിവാദങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. മാത്രമല്ല എല്ലാം നഷ്ടപ്പെട്ട ആളുകളുടെ വീടുകളിലാണ് ഇത്തരത്തിലുള്ള പ്രവണതകൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ സന്നദ്ധ സേവനത്തിൻ്റെ പേര് പറഞ്ഞു പോലും ആരും അനാവശ്യമായി അവിടേക്ക് പ്രവേശിക്കുന്നത് അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് തീരുമാനം. 1500 പേരെ മാത്രമേ ഇപ്പോൾ ആവശ്യമുള്ളൂ അവിടേക്ക് ദൗത്യ സംഘത്തിന് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ 1500 പേരുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. അതിലപ്പുറം ഒരാളെ പോലും കടത്തിവിടില്ല എന്നുള്ളത് തന്നെയാണ് തീരുമാനം. മാധ്യമപ്രവർത്തകർക്ക് മറ്റു രീതിയിലുള്ള മാധ്യമപ്രവർത്തകർക്ക് അടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. യൂട്യൂബേഴ്സ് അടക്കമുള്ളവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ ഒരു പേര് പറഞ്ഞ് പലരും കടന്നു കയറുകയും അത്തരത്തിൽ മറ്റ് അനാവശ്യ പ്രവണതകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഈ മേഖലകളിൽ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതാ സേനയുടെ ദൗത്യ സംഘം പുറപ്പെട്ടു കഴിഞ്ഞു. റഡാർ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത്യന്താധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സിഗ്നൽ കാണുന്നതിനനുസരിച്ചാണ് ഇനിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. ചുരൽമലയിലാകട്ടെ മേൽത്തട്ടിലുള്ള എല്ലാ പരിശോധനയും നടന്നു കഴിഞ്ഞു. കാര്യമായ ഒന്നും കണ്ടെത്താനായിട്ടില്ല മേൽത്തട്ടിൽ. അതായത് അടിത്തട്ടിലേക്കുള്ള ഒരു അന്വേഷണം ദൗത്യ സംഘം ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇത് സിഗ്നലിനനുസരിച്ച് മാത്രമേ ഇനി നടത്താനാകൂ. ഇപ്പോൾ ഈ ബെയിലി പാലത്തിന്റെ സമീപമാണോ ഈ റഡാറിൽ ആ ഭാഗങ്ങളിൽ അവസാന സിഗ്നൽ കണ്ടെത്തിയത്? ഐബോർഡ് റഡാറിൽ അവസാന സിഗ്നൽ കണ്ടത് ഈ ബെയിലി പാലത്തിന്റെ സമീപമാണോ? അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ കൂടുതൽ സമഗ്രമായ ഒരു തെരച്ചിലിനുള്ള ഒരുക്കമാണോ ഇന്നിപ്പോൾ നടത്താൻ പോകുന്നത്? മനു, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബെയിലി പാലത്തിന് അടുത്ത് വെച്ചാണ് ഈ ദൗത്യ സംഘത്തെ പല തട്ടുകളായി തിരിച്ച് പല മേഖലകളായി തിരിച്ച് ഇവിടുന്ന് ദൗത്യ സംഘം പുറപ്പെടുന്നത്. അതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. ചൂരൽമലയ്ക്ക് അടുത്ത് 2 സ്ഥലങ്ങളിൽ സിഗ്നൽ കണ്ടു എന്നുള്ളതാണ് ഇന്നലെ റഡാർ സിഗ്നൽ കണ്ടു എന്നുള്ളതാണ് ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. ആ സ്ഥലങ്ങളിൽ ഇന്ന് പരിശോധന നടത്തും. അത് ബെയിലി പാലത്തിന് സമീപം അല്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല ഇവിടെ നിന്ന് ഇപ്പോൾ പുറപ്പെടുന്ന സംഘം അങ്ങ് മുണ്ടക്കൈ വരെ എത്തുന്ന സംഘമാണ്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിംഗ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവരെ ഓരോ മേഖലകളായി തിരിച്ച് പറഞ്ഞയക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ 6 സെക്ടറുകളിലേക്ക് വിവിധ സംഘങ്ങളെ ഡിവൈഡ് ചെയ്ത് വിടുന്നു. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജോഷ്ല പറഞ്ഞതുപോലെ ഈ ആളുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇതുവരെ ഈ കഴിഞ്ഞ ദിവസം വരെ എല്ലാവരും ഒരുമയോടെ നിന്നുകൊണ്ടാണ് അവിടെ ആ തെരച്ചിലിൽ പങ്കാളികളായത്. മനുഷ്യരുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനുള്ള ഇടപെടലുകൾക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നു. പക്ഷേ ഇതിനിടയിൽ ചിലർ രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങുന്നു, ചിലർ അനാവശ്യ വിവാദങ്ങൾ. ഇപ്പോൾ ഇന്നലെ കണ്ടതാണ് പൂത്ത റൊട്ടി നൽകി എന്ന് പറഞ്ഞുകൊണ്ടൊരു വിവാദം വരുന്നു. പക്ഷെ പിന്നീട് സർക്കാർ വ്യക്തമാക്കുകയുണ്ടായി, രാവിലെ ഇന്നലെ ബ്രെഡ് വിളമ്പിയിട്ടേ ഇല്ല, ഉപ്പുമാവായിരുന്നു എല്ലാവർക്കും ഭക്ഷണമായി നൽകിയത്. അപ്പോൾ എവിടെ നിന്ന് ആ ബ്രെഡ് വന്നു, ആ വിവാദം എങ്ങനെ രൂപപ്പെട്ടു എന്നതടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ ചിലർ അനാവശ്യമായ എന്തിൻ്റെയൊക്കെയോ പേരിൽ വിവാദങ്ങൾ ഉണ്ടാക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നു എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരേ സമയം ഈ രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകണം, അതിനിടയിൽ തന്നെ ഇത്തരത്തിലുള്ള ആളുകളെയും ഒഴിവാക്കേണ്ടതുണ്ട്.
ജോഷില കേൾക്കാമോ? ചൂരൽമലയിൽ നിന്നുള്ള ഇന്നത്തെ ആദ്യ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടെ ദൗത്യസേനാംഗങ്ങളെ വിവിധ വിഭാഗങ്ങളായി തിരിച്ച് പല സ്ഥലങ്ങളിലേക്ക് അയക്കുകയാണ്. 6 സെക്ടറുകളായി തിരിച്ചിട്ടുണ്ട്. ആ വിവിധ സെക്ടറുകളിലേക്ക് അയക്കുന്നതിന് ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ ബെയിലി പാലത്തിലൂടെയും സമീപത്തുള്ള താൽക്കാലിക പാലത്തിലൂടെയും കടന്നു പോകുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത്രയും ദിവസം ഇല്ലാത്ത ചില കാഴ്ചകൾ ഇന്നലെ കാണാൻ വേണ്ടി കഴിഞ്ഞു. അനാവശ്യമായ ചില വിവാദങ്ങൾ ചിലർ ഉണ്ടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കൃത്യമായ രീതിയിൽ ആളുകളുടെ അങ്ങോട്ടേക്ക് പോകുന്ന ആളുകളുടെ പേരും വിവരങ്ങളും അടക്കം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ഉണ്ടാക്കിയിട്ടാണ് ഇന്നിപ്പോൾ രക്ഷാപ്രവർത്തകരെ ദുരന്തഭൂമിയിലേക്ക് കടത്തിവിടുന്നത്. ഇത് മനഃപൂർവ്വം ചിലരുണ്ടാക്കിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് സർക്കാർ നീങ്ങേണ്ടി വന്നത്. ജോഷില ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ജോഷില, ഒരേ സമയം രക്ഷാപ്രവർത്തനം നടത്തുക, അതോടൊപ്പം തന്നെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ ഒഴിവാക്കി നിർത്തുക, 2 വലിയ ദൗത്യങ്ങൾ നമ്മുടെ മുൻപിൽ ഒറ്റഘട്ടത്തിലുണ്ട്. തീർച്ചയായും മനു, വലിയ പ്രശ്നം തന്നെയാണ്. അതായത് ഏറ്റവും വലിയ രക്ഷാ ദൗത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 385 മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെടുത്തിട്ടുണ്ട്. ഇതിൽ തിരിച്ചറിയപ്പെടാത്ത 150 മൃതദേഹങ്ങളുണ്ട്. ഇന്നലെ അതിൽ 8 മൃതദേഹങ്ങൾ സംസ്കരിക്കുകയുണ്ടായി. ഇത്തരത്തിൽ ഓരോ ഘട്ടം ഘട്ടമായി വലിയ രക്ഷാ ദൗത്യവും അതുപോലെ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും അതേസമയം തന്നെ ഇവരെ ആശ്വസിപ്പിക്കലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പോസ്റ്റ്മോർട്ടം നടത്തൽ, ഈ മോർച്ചറികൾ സൂക്ഷിക്കൽ ഇതൊക്കെ തന്നെ നടക്കുന്ന ഈ സമയത്ത് പോലും അതിനിടയിൽ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ചിലർ ശ്രമിക്കുകയാണ്. അത് ഈ രീതിയിലാണ്. അതായത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ പൂത്തറൊട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിസ്സാരമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ ഒരു വലിയൊരു ദൗത്യത്തിനുള്ളിൽ പോലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ആ ഒരു പ്രശ്നങ്ങളെ പോലും തരണം ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആണ് ഭക്ഷണത്തിലടക്കം ക്രമീകരണം വരുത്തിയിട്ടുള്ളത്. അതേസമയം ദൗത്യ സംഘത്തിന് ഭക്ഷണം എത്തിയിട്ടില്ല എന്നൊക്കെ പറയുന്നു. അതൊന്നും തന്നെ ഇവിടെ സന്നദ്ധ സംഘടനകൾ കൊണ്ടുവരുന്ന ഭക്ഷണങ്ങളൊന്നും തന്നെ ഇവിടെ സ്വീകരിക്കില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കാരണം ഭക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് സന്നദ്ധ സേവകരെ സംബന്ധിച്ചിടത്തോളം സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഔദ്യോഗികമായി നൽകുന്ന ഭക്ഷണം മാത്രം എല്ലാവർക്കും നൽകുക എന്നുള്ളതിനായി 4 കൗണ്ടറുകൾ ആരംഭിച്ചിരിക്കുന്നു, 4 പോയിന്റുകൾ ആരംഭിച്ചിരിക്കുന്നു. അതിൽ നിന്നുമുള്ള ഭക്ഷണം മാത്രമാണ് അകത്തേക്ക് കടന്നു പോകുന്നവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിലപ്പുറം സന്നദ്ധ സേവകർ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ എത്തിക്കുന്ന ഭക്ഷണമൊന്നും തന്നെ സ്വീകരിക്കില്ല എന്നുള്ള നിലപാടിലേക്ക് അധികൃതർ മാറിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് വളണ്ടിയർമാരുടെ കാര്യത്തിലായാലും അകത്തേക്ക് പോകുന്ന വളണ്ടിയർമാരുടെ കാര്യത്തിൽ കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. 1500 പേരെ മാത്രമേ ഇപ്പോൾ ഇനി ആവശ്യമുള്ളൂ. പുതുതായി വരുന്ന ഒരാളെയും ഇങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുകയില്ല. രജിസ്റ്റർ ചെയ്ത ആളുകളെ മാത്രമാണ്. ഇന്നലെ സന്നദ്ധ സേവനത്തിന് പോകുന്ന ദൗത്യ സംഘത്തോടൊപ്പം പോകുന്നവരുടെ എല്ലാവരെയും രജിസ്റ്റർ ചെയ്തു. ഈ രജിസ്റ്റർ ചെയ്ത ആളുകളെ മാത്രമേ ഇന്നു മുതൽ കടത്തിവിടുകയുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഖ്യ. ഇന്നലെ വരെ സംഖ്യയിൽ വലിയൊരു കൃത്യമായി നിജപ്പെടുത്തിയിരുന്നില്ല. സംഖ്യ ഇന്ന് 1500 പേർ മാത്രം മതി എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ മോഷണമടക്കം നടക്കുന്നു എന്നുള്ള ഒരു വാർത്തകൾ കൂടി വരുന്നു. ഇതൊക്കെ തന്നെ തടയേണ്ടതുണ്ട്. ഈ രക്ഷാദൗത്യത്തിനും തിരച്ചിലിനും ഇടയിലൊക്കെ തന്നെ വലിയൊരു ദൗത്യം മുന്നിൽ നിൽക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുന്നു. ഇതിനെ അടക്കം താറുമാറാക്കുന്ന, അതായത് ഈ സംഭവത്തെ അടക്കം താറുമാറാക്കുന്ന രീതിയിലേക്ക് പോകുന്നു. ഇതൊക്കെ തന്നെ തരണം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് രക്ഷാദൗത്യ സേന പുറപ്പെട്ടു കഴിഞ്ഞു. 2 പാലങ്ങളിലായി, അതായത് ബെയിലി പാലത്തിലൂടെയും അത് നേരത്തെ ഉണ്ടാക്കിയ ഒറ്റയടി പാതയിലൂടെയും ആയി വളണ്ടിയർമാരും അതുപോലെ തന്നെ സന്നദ്ധ സേവകരും അതുപോലെ തന്നെ സൈന്യവും പുറപ്പെട്ടു കഴിഞ്ഞു. മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇവരെ വിന്യസിക്കേണ്ടതുണ്ട്. 6 ഘട്ടങ്ങളിലായിട്ടാണ് ഇവരെ വിന്യസിക്കുന്നത്. ആ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല, വില്ലേജ് പരിസരം, സ്കൂൾ റോഡ് എന്നിവിടങ്ങളിലായി കഴിഞ്ഞ ദിവസങ്ങളിൽ 31 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചടക്കം പരിശോധന നടത്തിയിരുന്നു. ഇനി മുതൽ ചൂരൽമലയിൽ ഉപരിതല പരിശോധനയൊക്കെ തന്നെ നടത്തി കഴിഞ്ഞു. ഇനി മുതൽ അടിത്തട്ടിലേക്കുള്ള പരിശോധന പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്യന്താധുനിക റഡാർ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാവും ഇന്ന് നടക്കുക. തീർച്ചയായും നമുക്ക് ഈ വിവാദങ്ങളെയൊക്കെ മാറ്റി നിർത്താം. അത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരെ കേരളം അടുപ്പിക്കുകയുമില്ല എന്ന് നമുക്കറിയാം. അവിടെ നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ
മണ്ണിനടിയിൽ മനുഷ്യരെ തിരയുകയാണ്. അതിനിടയിൽ ചിലർ കരയിലെ കഷ്ണങ്ങൾ തിരയാൻ വേണ്ടി പോയിട്ടുണ്ട്. അവരെ അങ്ങോട്ട് മാറ്റി നിർത്തിയ ചരിത്രവും പാരമ്പര്യവുമാണ് കേരളത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിവാദങ്ങളൊന്നും ബാധിക്കാൻ പോകുന്നില്ല എന്നത് വളരെ വ്യക്തമാണ്. നമ്മുടെ മുൻപിലുള്ളത് ഇനിയും മണ്ണിനടിയിൽ കുടുങ്ങിയ മനുഷ്യരുണ്ട്. നമുക്ക് അവരെ കണ്ടെത്തേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ 7 ദിവസമായിരിക്കുന്നു. ഇത്രയും ദിവസം ഈ വലിയ ദുരന്തത്തിൽ മണ്ണിനടിയിൽ പെട്ടുപോയ മനുഷ്യരെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ജീവനോടെ കണ്ടെത്തുക അസാധ്യമാണ്. ജീവനോടെ കണ്ടെത്താൻ കഴിഞ്ഞ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. നമ്മുടെ രക്ഷാദൗത്യം ആ രീതിയിൽ ഏറ്റവും കൃത്യമായി പോയതുകൊണ്ടാണ് 6000-ഓളം പേരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞത്, ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ടും. ഇന്നിപ്പോൾ ജോഷില പറഞ്ഞതുപോലെ മണ്ണിനടിയിൽ ആളുണ്ടോ എന്നറിയണമെങ്കിൽ ഈ റഡാർ സംവിധാനത്തിൻ്റെ വ്യാപകമായ തെരച്ചിൽ വേണം. ഇന്നലെ നമ്മളത് കണ്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നും ഒരേ സമയം ഈ റഡാർ സംവിധാനം, ഡ്രോൺ സർവേ അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണോ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? തീർച്ചയായും മനു, ഇന്ന് മുതൽ റഡാർ സൗകര്യവും ഡ്രോൺ സൗകര്യവും ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് നടക്കുക. അതിൽ ഇന്നലെ തന്നെ സിഗ്നൽ ലഭിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞ ആ മേഖലകളിൽ സൈന്യം തിരച്ചിൽ നടത്തും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് പോലീസ് ഇന്നലെ മുതൽ രാത്രികാല പെട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദുരന്തത്തിന് ഇരയായവരുടെ വീടുകളിലോ പ്രദേശത്തോ രാത്രിയിൽ അതിക്രമിച്ച് കടക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാനുള്ള തീരുമാനവും ഉണ്ടായിട്ടുണ്ട്. ഇവിടങ്ങളിലെ വീടുകളിലോ പ്രദേശങ്ങളിലോ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിലോ അല്ലാതെയോ പോലീസിന്റെ അനുവാദമില്ലാതെ രാത്രികാലങ്ങളിൽ പ്രവേശിക്കരുത് എന്നുള്ള കർശനമായ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ ഒരു രക്ഷാദൗത്യത്തിനും അപ്പുറത്ത്, ഈ ഒരു ദുരന്തത്തിനും അപ്പുറത്ത് അത് മുതലെടുക്കാനായി ചിലർ എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ഏറ്റവും മോശമായ പ്രവണത, അല്ലെങ്കിൽ പുറത്തു പറയാൻ സാധിക്കാത്ത വിധത്തിലുള്ള അത്തരത്തിലുള്ള മോശമായ പ്രവണതയിലേക്ക് കടക്കുന്നു. വീടുകളിൽ അതിക്രമിച്ച് കയറുന്നു. രക്ഷാപ്രവർത്തനത്തിനോ അല്ലെങ്കിൽ ഇത് കാണാൻ വന്നവരുടെയോ ഒക്കെ പേരിൽ ഈ വീടുകളിലേക്ക് അതിക്രമിച്ച് കയറി മോഷണം പോലുള്ള പ്രവണതകൾ കാണിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പോലീസ് കർശനമായ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ രക്ഷാദൗത്യത്തിന് പോയവരുടെയും സേനയുടെയും കയ്യിൽ കിട്ടുന്ന ഇത്തരത്തിലുള്ള ആഭരണങ്ങളോ അല്ലെങ്കിൽ വസ്തുക്കളോ രേഖകളോ ഒക്കെ തന്നെ കൃത്യമായി പോലീസിനെ ഏൽപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള കർശനമായ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവർ അത് സൂക്ഷിച്ചു വെക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പ്രവണതയും, തെറ്റായ ഒരു പ്രവണതയും പ്രോത്സാഹിപ്പിക്കില്ല. എല്ലാം തന്നെ കർശനമായി നിയന്ത്രിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ കണ്ടതുപോലെ ആർക്കും കയറി പോകാം എന്നുള്ള രീതിയിൽ ഈ പ്രദേശങ്ങളിൽ കടക്കണമെങ്കിൽ തന്നെ കൃത്യമായ നിയന്ത്രണങ്ങളോടുകൂടി മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ എന്ന് വന്നിരിക്കുന്നു. നേരത്തെ പോലീസിനോ അല്ലെങ്കിൽ അധികൃതർക്കോ അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ദുരന്തബാധിത മേഖലയാണ്. ആ രീതിയിൽ മാത്രമേ, മനുഷ്യത്വപരമായി മാത്രമേ ഇതിനെയൊക്കെ ആളുകൾ സമീപിക്കുകയുള്ളൂ എന്നുള്ളതായിരുന്നു എല്ലാവരും ധരിച്ചിരുന്നത്. എന്നാൽ ആ ഒരു പ്രവണത മാറി തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടാണ് ചില പരാതികൾ വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരാതികൾ കൂടി പരിഹരിക്കേണ്ടതുണ്ട്. രക്ഷാദൗത്യം മാത്രമല്ല, പ്രദേശവാസികൾക്ക് അല്ലെങ്കിൽ രക്ഷപ്പെട്ടവർക്കുള്ള പരാതികൾ കൂടി പരിഹരിക്കേണ്ടതുണ്ട് എന്നുള്ളതും അധികൃതരുടെ ചുമതലയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പരാതികളെല്ലാം പരിഹരിക്കാൻ അത്രയധികം കർശനമായ നിയന്ത്രണങ്ങളോടുകൂടി രാത്രികാല പെട്രോളിംഗ് അടക്കം ഉപയോഗിച്ചുകൊണ്ട് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ആ പ്രദേശത്തേക്ക് പുറമേ നിന്ന് ആർക്കും പ്രവേശനമില്ല. അത് പോലീസിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമാക്കാനുള്ള തീരുമാനത്തിലും എത്തിയിരിക്കുന്നു. മനു, ശരി. ഏതായാലും ഇപ്പോൾ ജോഷ്ല ചൂരൽമലയിലാണ് നിൽക്കുന്നത്. ചൂരൽമലയിൽ തെരച്ചിൽ രക്ഷാസംഘങ്ങളെ പല സ്ഥലത്തേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്. ഈ ബെയിലി പാലത്തിലൂടെയും ഒപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന താൽക്കാലിക പാലത്തിലൂടെയുമാണ് രക്ഷാപ്രവർത്തകർ വിവിധ ഇടങ്ങളിലേക്ക് പോകുന്നത്. 6 സെക്ടറുകളിലേക്കാണ് പോകുന്നത്. ഇന്ന് 1500 പേരെ മാത്രമാണ് തെരച്ചിൽ ദൗത്യത്തിൽ 1500 പേരെ മാത്രമാണ് ദുരന്തഭൂമിയിൽ അനുവദിച്ചിരിക്കുന്നത്. കൃത്യമായൊരു രജിസ്റ്റർ സൂക്ഷിച്ചുകൊണ്ട് ആളുകളുടെ പേര് വിവരങ്ങളടക്കം, അതായത് മുകളിലേക്ക് തെരച്ചിലിനായി പോകുന്നവരുടെ പേര് വിവരങ്ങളടക്കം രേഖപ്പെടുത്തി വെച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ആളെ കടത്തിവിടുന്നത്. ചില വിവാദങ്ങളുണ്ടായ പശ്ചാത്തലത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ അവസാന നിമിഷം റഡാറിൽ ഈ ചൂരൽമലയിൽ ചില സ്ഥലങ്ങളിൽ സിഗ്നലുകൾ കിട്ടിയിരുന്നു മണ്ണിനടിയിൽ നിന്ന്. ആ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഇന്നിപ്പോൾ ആദ്യം ചൂരൽമലയിൽ തെരച്ചിൽ നടത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതേസമയം തന്നെ മുണ്ടക്കൈയിലും വ്യാപകമായ തെരച്ചിൽ പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ അടക്കമുള്ള മേഖലകളിലും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു വിഷയം, ഈ ഐബോർഡ് റഡാർ സംവിധാനം, ഒപ്പം തന്നെ ഡ്രോൺ സർവേ അടക്കമുള്ള കാര്യങ്ങൾ തെരച്ചിലിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്നുണ്ട്. ഇന്നലെ ഡ്രോണുകൾ ഉപയോഗിച്ച് പകർത്തിയ ചിത്രങ്ങളിൽ ആ ചിത്രങ്ങൾ നേരത്തെ, അതായത് ഈ ചൂരൽമലയുടെയും മുണ്ടക്കയുടെയും പഴയ ചിത്രങ്ങളുമായി താരതമ്യം ചെയ്ത് ഏതൊക്കെ പ്രദേശങ്ങളിൽ വലിയ കാര്യമായ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ആ പ്രദേശങ്ങൾ വ്യത്യാസങ്ങൾ സംഭവിച്ച അല്ലെങ്കിൽ മണ്ണടിഞ്ഞ് കൂടുതലായി കൂടിയിട്ടുണ്ട്
എന്ന് വ്യക്തമാകുന്ന ഇടങ്ങളിൽ കൂടുതൽ തെരച്ചിൽ നടത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനം. അപ്പോൾ അതോടൊപ്പം തന്നെ ഭൂമിക്കടിയിലുള്ള സാന്നിധ്യം കൂടുതൽ തിരിച്ചറിയാനായി കടാവർ നായ്ക്കളെയും കൂടുതലായി എത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഒരേ സമയം ഡോഗ് സ്ക്വാഡ്, അതേസമയം ആധുനിക ഉപകരണങ്ങളായ ഐബോട്ട്, റഡാർ, ഒപ്പം തന്നെ ഡ്രോൺ തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒപ്പം തന്നെ മനുഷ്യരും JCBയും ഈ തെരച്ചിലിൻ്റെ ഭാഗമായിട്ട് അതിൽ പങ്കാളികളായി ചേർന്ന് നിൽക്കുന്നു എന്നതാണ് ഈ തെരച്ചിലിൻ്റെ ഏറ്റവും പുതിയ വിവരം നമ്മുടെ മുൻപിലുള്ളത്. ഇന്നത്തെ തെരച്ചിൽ ദൗത്യം ആരംഭിച്ചിരിക്കുകയാണ്. മരണസംഖ്യ എന്ന് പറയുന്നത് 385 ആയിരിക്കുന്നു. 172 പേരെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരിൽ അതേസമയം തന്നെ തിരിച്ചറിയാത്ത 8 പേരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ നടന്നു. ഇനിയും 180 പേരെ കണ്ടെത്താനുണ്ട് എന്നതാണ് ഏറ്റവും ശ്രമകരമായ ദൗത്യം നമ്മുടെ മുൻപിലുള്ളത്. അവർ മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ മനുഷ്യരായിരിക്കാം. അവരെ കണ്ടെത്തേണ്ട വലിയ ഉത്തരവാദിത്തത്തിന് മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ രീതിയിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷകരമായ കാര്യം നമ്മുടെ മുൻപിലുള്ളത്. ഇവർക്കായുള്ള തെരച്ചിൽ ഇന്നിപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്.